ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് നോക്കാം കേട്ടോ. ഞാൻ കുറേ നാളായി വീഡിയോസൊക്കെ ചെയ്തിട്ട്, അപ്പോൾ ഇന്ന് വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവാം. ഞാൻ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യാനൊക്കെ തുടങ്ങിയതിന് ശേഷം ഒരു ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുത്തിട്ടില്ല. കുറേ നാളായി വിചാരിക്കുന്നു. അപ്പോൾ വിചാരിച്ചു ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആവാം കേട്ടോ. അപ്പോൾ ഞാനിന്ന് എൻ്റെ വീട്ടിലാണുള്ളത്. അവിടുത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കാണാം കേട്ടോ. ഇന്നലെ അപ്പോൾ നല്ല മഴയായിരുന്നു കേട്ടോ. രാവിലെ ആയപ്പോൾ മഴയൊക്കെ കുറഞ്ഞ് നല്ല വെയിലൊക്കെ ഉദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു 6:45 സമയമാണ് കേട്ടോ. 7 മണി ആയിട്ടുണ്ടാവണം ഇപ്പോൾ. അപ്പം ഞങ്ങൾ രണ്ടുപേരും എഴുന്നേറ്റ് ഒന്ന് സ്നേഹപ്രകടനം കാഴ്ചവെച്ചതാണ്. അനേറെ എപ്പോഴും എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ഓടി വരും കേട്ടോ. ചേച്ചി അപ്പോഴേക്കും താഴേക്ക് പോയിട്ടുണ്ടാവും. ചേച്ചി അവളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് താഴേക്ക് പോയിട്ടുണ്ടാവും. അപ്പം ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ കമ്പനിയുള്ള രണ്ടാൾക്കാർ. അപ്പം ഞങ്ങളങ്ങനെ വന്ന് കുറച്ച് നേരം ഇങ്ങനെ പുന്നാരിപ്പിച്ചിട്ടൊക്കെയാണ് ഞങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ബ്രഷ് ചെയ്യാം. ഇതൊന്നും പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവരുടെയും ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ആവുമല്ലോ. അപ്പം ഞാൻ ബ്രഷൊക്കെ ചെയ്ത്, പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് ഞാനിതൊക്കെ കാണിച്ചു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് ഇതൊക്കെ എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഡേ തുടങ്ങുന്നതൊക്കെ ഇങ്ങനെ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് വരിക, പല്ലേക്കുക, ഫുഡ് കഴിക്കുക, അങ്ങനത്തെ ആണല്ലോ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഞങ്ങളുടെയും അങ്ങനെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ചെറുതായിട്ട് ഒരു ഫേസ് വാഷൊക്കെ ഇട്ടൊന്ന് ഫേസ് ഒന്ന് കഴുകിയത്, കാരണം എനിക്ക് പിമ്പിൾസിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ രാവിലെ ചെയ്യും കേട്ടോ. ഇത് ഇപ്പോൾ ഒത്തിരി കുറവുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ നമ്മുടെ ഡേ തുടങ്ങുന്നത്. അപ്പോൾ നമുക്കിന്ന് കോടതിയിൽ പോകണം, നമ്മുടെ ഓഫീസിൽ പോകണം. സാധാരണ ഒരു ദിവസമാണ്, വലിയ സ്പെഷ്യൽ കാര്യങ്ങളൊന്നുമില്ല. എന്നാലും എനിക്ക് സ്പെഷ്യലാണ് കേട്ടോ. കാരണം കോടതിയിൽ പോകാമെന്ന് പറയുന്ന ഒരു പ്രത്യേക ഫീലുള്ള ഒരു സംഭവമാണ്. അങ്ങനെ അപ്പോൾ രാവിലെ നമ്മൾ കുറച്ച് നേരം ഇത്തിരി എനിക്ക് ഒരു കിളി പോയ അവസ്ഥയാണ്. അപ്പോൾ ഞാൻ ഇത് എൻ്റെ കുപ്പി കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ ഷോർട്സിലിട്ടുണ്ടായിരുന്നു. ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു പുതിയൊരു കുപ്പി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വാട്ടർ ബോട്ടിൽ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു സ്നേഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വെള്ളം കുടിക്കുന്നൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കുടിക്കാൻ എനിക്ക് മടിയുള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ. അപ്പോൾ ചേച്ചി അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ നിന്നിട്ട്. അങ്ങനെ അപ്പോൾ രാവിലത്തെ ചെറിയൊരു ഇതുണ്ട് കേട്ടോ എനിക്ക് മുഖത്തൊക്കെ. അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തേക്കൊക്കെ ഇറങ്ങി, ഞാനും അനേറെ ചെറുതായിട്ട് അവിടെയൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ രാവിലത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടി. രാവിലെ അത്യാവശ്യം ഒന്ന് പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിലൊക്കെ വന്ന് ഇങ്ങനെ വെറുതെ ഇരിക്കും കുറച്ച് നേരം കേട്ടോ. കുറേ നേരമൊന്നും കിട്ടത്തില്ല. അപ്പോഴേക്കും ഒരു 7:15 സമയമുണ്ടാവും. അപ്പോഴേക്കും ഞാൻ അടുക്കളയിലൊക്കെ വന്ന് നോക്കിയപ്പോൾ മമ്മി അത്യാവശ്യം നല്ല രീതിയിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചായ വയ്ക്കാം. കാരണം ഞാൻ തന്നെയാണ് കേട്ടോ ചായ വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചേച്ചി ഉണ്ണിക്കുള്ള സ്നാക്സും ലഞ്ചൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ണി അനേറ അത്യാവശ്യം വേഗം തന്നെ അനേറയുടെ കാര്യങ്ങൾ ചേച്ചി വേഗം തന്നെ ചെയ്യും കേട്ടോ. കാരണം അനേറയ്ക്ക് 8:30 സമയത്ത് സ്കൂളിലേക്ക് പോകണം. അപ്പോൾ അതെ ഞാൻ ചായയൊക്കെ വെച്ചു. ചായ വെച്ച് കഴിഞ്ഞ ശേഷം ഞാൻ ചായ കുടിക്കാനായിട്ട് പോവാണ്. അപ്പം ഞാൻ തന്നെയാണ് ചായ കുടിക്കുമ്പോൾ അനേറയ്ക്കും ഫുഡ് കൊടുക്കുന്നത്. കാരണം അതിൻ്റെ ഇടയിൽ ചേച്ചി ബിസി ആയതുകൊണ്ട് ഞാൻ കൊടുക്കാമെന്ന് വിചാരിച്ചു. മിക്കപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഞാൻ കഴിക്കുമ്പോൾ എൻ്റെ കൂടെ അവൾക്കും കൊടുക്കും. പപ്പയുടെ വിശേഷങ്ങളൊക്കെ രാവിലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വീട്ടിൽ നിൽക്കുന്ന കോലമാണ് കേട്ടോ. അപ്പോൾ അതൊന്നും തോന്നരുത്, നമ്മളെല്ലാവരും വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആണല്ലോ. യുദ്ധം. ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാനായിട്ട് പുട്ടും കടലക്കറി ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാനും അനേറയും ഒരുമിച്ചാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. രാവിലെ ഫുഡ് കഴിക്കാൻ ഞങ്ങൾക്ക് 2 പേർക്കും അത്യാവശ്യം മടിയാണ് കേട്ടോ. ഡ്രസ്സ് മാറുമ്പോൾ ഞാൻ എന്നെ കാണിച്ചാൽ മതിയാ? ഓക്കെ. അവിടെ പോയി നിൽക്ക്, ഫുള്ളായിട്ട് കാണട്ടെ. ഓക്കെ, സൂപ്പർ. ഇതിനകത്തേക്ക് നോക്ക്. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു അനേറക്കുട്ടിയുടെ ഒരു ട്രാൻസിഷൻ? അവൾ ഡ്രസ്സ് മാറി വരുമ്പോഴേ എന്നോട് വീഡിയോ എടുത്താൽ മതി എന്നാണ് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അവൾ പറഞ്ഞ പോലെ തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ അവൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സ്കൂളിലേക്ക് പോവാണ്. എന്താണെന്നറിയില്ലെന്ന് ഭയങ്കര സന്തോഷമായിരുന്നു. ഇപ്പോഴും ഇടയ്ക്ക് അങ്ങനെ ഒരു സന്തോഷമുണ്ട്, പിന്നെ ഇടയ്ക്ക് ഒരു ദുഃഖം ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ പപ്പയാണ് അവളെ കൊണ്ടാക്കുന്നത്. ഒരു 2 മിനിറ്റിൻ്റെ ദൂരമേ ഉള്ളൂ കേട്ടോ സ്കൂളിലേക്ക്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു സ്കൂളാണ്. അപ്പോൾ അവൾ പോവായി. ഇനി ഞാനും വേഗം പോട്ടെ, കാരണം 8:50 എൻ്റെ ബസ് വരിക. അപ്പോഴേക്കും ഞാൻ പോയിട്ട് വേഗം റെഡി ആയിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ
റെഡി ആയിട്ട് വന്നു. ഇതാണ് എൻ്റെ ഇന്നത്തെ യൂണിഫോം വെയർ കേട്ടോ. നമുക്ക് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ അല്ലെങ്കിൽ ബ്ലാക്ക് ഫുൾ വൈറ്റ് അങ്ങനത്തെ കോമ്പിനേഷനുള്ള ഡ്രസ്സുകളാണ് നമുക്ക് കോടതിക്ക് ഇടാൻ പറ്റുക. അപ്പം ഞാൻ ഇന്ന് ഇതാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഓവർ കോട്ട് ഉണ്ട്. ഒരു കോട്ട് നമുക്ക് എന്തായാലും നിർബന്ധമായിട്ട് ഇടണം. ഞാനപ്പോൾ അത് ഇവിടെ നിന്ന് ഇടും. ചിലവരൊക്കെ അവിടെ വന്നിട്ടാണ് ഇടുക. എനിക്കത് ഇവിടെ നിന്ന് ഇട്ട് പോകുന്നതാണ് ഒരു ഇഷ്ടം. അപ്പോൾ നമ്മൾ ഹെയറൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പുതിയതായിട്ട് ഹെയർ കട്ട് ചെയ്ത് കാരണം ഇത്തിരി ബുദ്ധിമുട്ടാണ് ഹെയറൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാൻ. അപ്പോൾ ഞാനൊന്ന് ടിക് ടാക്ക് സ്ലൈഡൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുടിയൊക്കെ വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ പോണിറ്റെയിലാണ് കേട്ടോ കോടതിക്ക് കെട്ടുക. അങ്ങനെ നമ്മൾ ദേ കോട്ടൊക്കെ ഇട്ട് റെഡിയായി. അപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കർട്ടനൊക്കെ ഒന്ന് മാറ്റിയിടാണ്. കാരണം ഭയങ്കര ഇരുണ്ട് പോലത്തെ ഒരു അവസ്ഥയാണ്. ഒന്നാമത് മഴയൊക്കെ പെയ്ത് ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ ഇത്തിരി ഇരുണ്ട് മൂടിയൊരു കാലാവസ്ഥയായിരുന്നു. പക്ഷേ വെയിലൊക്കെ വെച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കുട്ടി ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആവാം. അതിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ട് ലിപ്സ്റ്റിക്കും കാജലൊക്കെ ഒന്ന് ഇട്ടു. അത്രയും തന്നെ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നും ചെയ്യുന്നില്ല. ലിപ്സ്റ്റിക്കും കാജലും എപ്പോഴും ഇടാറുണ്ട്, അല്ലെങ്കിൽ ഭയങ്കര ഒരു ഉറങ്ങിയ പോലത്തെ ഒരു ലുക്ക് വരും. പിന്നെ നമ്മളുടെ ബോഡി സ്പ്രേ അത് തന്നെയാണുള്ളൂ. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഗെറ്റ് റെഡി വിത്ത്. സോ നമുക്കിനി കോടതിക്ക് പോവാം കേട്ടോ. അപ്പോൾ ബസ് വരുന്നത് 8:55 കേട്ടോ എൻ്റെ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെഡി ആയിട്ട് പോവാം. അപ്പോൾ അത്യാവശ്യം കഴിഞ്ഞു, ഞാനൊന്ന് ചെക്ക് ചെയ്തതാണ് കാശും കാര്യങ്ങളൊക്കെ ഇല്ലേ അന്നൊക്കെ നോക്കിയതാണ് കേട്ടോ. അങ്ങനെ ഞാൻ ശക്തനിലെത്തുന്ന സമയം ഒരു 9 മണി അല്ലെങ്കിൽ 9:05 ആ ഒരു ടൈമിലാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ശക്തനിൽ നിന്ന് അയ്യന്തോൾക്ക് ബസ് കയറണം. അപ്പോൾ അയ്യന്തോൾ ബസ് കയറി. ഇന്ന് അത്യാവശ്യം അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ഞാൻ തിരക്ക് കുറഞ്ഞ ബസ് നോക്കിയിട്ടാണ് കയറാറ്. ഇനി അപ്പോൾ ഓഫീസിലെത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഓഫീസ്. എൻ്റെ ചെറിയ ചെറിയ വീഡിയോസിലൊക്കെ ഈ ഓഫീസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ ചിന്മയ്, എൻ്റെ ഓഫീസ് മേറ്റ് ആണ്, എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ ദേ സുഷിത വക്കീൽ വന്നു. പിന്നെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരു 10 മണി സമയമൊക്കെ ആയി തുടങ്ങിയപ്പോൾ ഞങ്ങളെല്ലാവരും ദേ വന്നു. ഞങ്ങൾ ഫയലൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ കുറച്ചൊരു പണികളുണ്ട്. നമ്മൾ ഫയൽ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി ഒന്നുകൂടി സെറ്റ് ചെയ്ത് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് അപ്ഡേറ്റ് ചെയ്ത് വെക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചിന്മയ്ക്ക് ഒരു ഹിയറിംഗ് ഉണ്ട്. അപ്പോൾ അവൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും സുഷിത വക്കീലും മുസൈനത്തൊക്കെ ഞങ്ങളുടെ ഓരോ ചാർജുള്ള കോടതികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ പുതിയ പുതിയ അപ്ഡേറ്റുകൾ സാറിനോട് ചോദിക്കുന്നത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആ സമയത്ത് നടത്തും. അപ്പോൾ അത്യാവശ്യം വേഗം തന്നെ ആ ഒരു സമയം പോകും കേട്ടോ. അങ്ങനെ ഒരു 10:45 സമയത്തൊക്കെ ആകുമ്പോൾ ഞങ്ങൾ കോടതിക്ക് ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വിശേഷങ്ങളും പരിഭവങ്ങളും എല്ലാ സമയവും ഞങ്ങൾ സംസാരിക്കുന്ന സമയമൊക്കെ ആ സമയത്താണ് കേട്ടോ. അപ്പോൾ ദേ ഞങ്ങളിപ്പോൾ ഒരു 10:45 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കോടതിക്ക് ഇറങ്ങാണ്. ചില സമയത്ത് ഞങ്ങൾ വേഗം പോകും കേട്ടോ, കാരണം നടക്കുകയാണെങ്കിൽ വേഗം പോകും. ഇപ്പം ഇന്ന് ചിന്മയി സ്കൂട്ടിയിൽ വന്ന കാരണം ഞാനും അവൾ സ്കൂട്ടിക്ക് പോവാണ്. സുഷിത വക്കീലും സ്കൂട്ടിയിലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അങ്ങനെ പോവാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് നടക്കാനുള്ള ദൂരം പോലും ഇല്ല കേട്ടോ. കോടതി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് തൊട്ടടുത്ത് തന്നെയാണ്. സ്കൂട്ടിക്ക് പോകാനും അങ്ങനെ ഒന്നും ദൂരമൊന്നുമില്ല. എന്നാലും ഞങ്ങൾ സ്കൂട്ടി ഉള്ളതുകൊണ്ട് സ്കൂട്ടിയിൽ പോകുന്നതെന്നേ ഉള്ളൂ. അങ്ങനെ ഇനി നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. കോടതിയിൽ കുറേ വീഡിയോസൊന്നും നമുക്ക് അങ്ങനെ അലൗഡഡ് അല്ലല്ലോ. അപ്പം ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ ക്ലിപ്പായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനപ്പോൾ കോടതിയിലെത്തി കഴിഞ്ഞതിന് ശേഷം ഞാൻ അസോസിയേഷനിലേക്കാണ് ആദ്യം പോവുക. കാരണം അവിടെ ഞാൻ ബാഗും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സ് കോളറിനൊക്കെ കാര്യങ്ങളൊക്കെ ഇടാനൊക്കെ ആയിട്ട് അങ്ങോട്ടാണ് പോവുക. അപ്പോൾ അവിടെ ഇത് ലേഡീസ് റൂമാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞാൻ ശ്രദ്ധേനെ കണ്ടു. അപ്പോൾ ശ്രദ്ധയായിട്ട് ചുമ്മാ ഒന്ന് വർത്താനൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വേഗം തന്നെ നമ്മുടെ കോടതിക്ക് പോവാം. ഇന്ന് എൻ്റെ ചാർജ് ഉള്ളത് 3rd മുൻസിഫാണ്. എൻ്റെ മെയിൻ ചാർജ് 3rd മുൻസിഫിലാണ് കേട്ടോ, മുൻസിഫ് കോടതിയിലാണ്. അപ്പോൾ ഇന്ന് PMCയിലും കൂടി പോകണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ PMCക്ക് പോവാം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ചുമ്മാ ഒന്ന് എടുത്തതാണ് കേട്ടോ വീഡിയോ. അപ്പോൾ ഇന്ന് അത്യാവശ്യം ബിസി ആയിട്ടുള്ളൊരു ഡേ തന്നെയാണ്. നമുക്ക് അത്യാവശ്യം കോടതികളുണ്ട്.
1:30 കോടതി ഇറങ്ങും. നമ്മുടെ ബ്രേക്ക് ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളും ബാർ അസോസിയേഷനിൽ വന്ന് ക്യാൻറ്റീനിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാറാണ് കേട്ടോ പതിവ്. അപ്പോൾ ഇന്ന് അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ചെറിയൊരു ഡയറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം അത് നോക്കി. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമുക്ക് മാറ്റി വെച്ച കോടതികളൊക്കെ നമ്മൾ പോയിരിക്കും. നമുക്ക് എന്തെങ്കിലും പിന്നെ വർക്ക് ഉണ്ടാവും, അപ്പോൾ അത് ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞങ്ങളെല്ലാം കഴിഞ്ഞ് അസോസിയേഷനിൽ വീണ്ടും വന്ന് ചെറിയ നാരങ്ങ വെള്ളമൊക്കെ ഒന്ന് കുടിക്കുകയാണ്. നമുക്ക് മാറ്റി വെച്ചതൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആയിട്ടോ നമ്മളിത് കഴിക്കുമ്പോൾ. ഇനി നമ്മൾ നമ്മുടെ ഓഫീസിൽ പോവാണ് കേട്ടോ. ഓഫീസിൽ പോയിട്ട് നാളത്തെ ഫയൽ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പം നമുക്ക് ഇനി ഓഫീസിലേക്ക് പോവാം. ഞങ്ങളപ്പോൾ ഓഫീസിലേക്ക് എത്തി കേട്ടോ. ഓഫീസിലെത്തിയപ്പോൾ ഒരു 4:15 4:20 കൂടിയായി. കാരണം ഞങ്ങൾ ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോൾ അവരോടൊക്കെ സംസാരിച്ചൊക്കെ നിന്നു. അങ്ങനെ ഞങ്ങൾ ഓഫീസിലെത്തി. ഇനി നാളത്തെ ഫയലുകൾ നോക്കണം. അപ്പോൾ അത് ഞങ്ങളുടെ ഡയറിയിലൊക്കെ നോക്കി നാളത്തെ ഫയലുകളൊക്കെ നോക്കുകയാണ്. നാളത്തെ എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് കേസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഞങ്ങൾ നോക്കി വെക്കും. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ക്ലർക്ക് ചേട്ടനോട് പറയാനുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറഞ്ഞു വെക്കുക. എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇനി ഓഫീസിൽ നിന്ന് ഇറങ്ങുക. ഇനി ചില സമയത്താണെങ്കിൽ ഞങ്ങൾ രാവിലെ വന്ന് നോക്കി കാര്യങ്ങൾ ചെയ്യാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്ന് നമുക്ക് നാളത്തേക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫയലുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. പിന്നെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ക്ലർക്ക് ചേട്ടൻ ആ സമയത്ത് ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് ആ ചേട്ടനോടൊക്കെ പറഞ്ഞ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിൽ അതൊക്കെ ചെയ്യൂ കേട്ടോ. അപ്പം ഞങ്ങൾ ഫയൽ നോക്കട്ടെ. ഇനി അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ വിചാരിച്ചു ഒന്ന് നമുക്ക് കോഫിയൊക്കെ കുടിക്കാൻ പോകാമെന്ന്. അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെയുള്ളൊരു കഫേയിൽ പോയിട്ട് കോഫിയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ വേഗം തന്നെ ഫയലൊക്കെ നോക്കട്ടെ കേട്ടോ. അപ്പം ഞങ്ങൾ ഓഫീസിൽ നിന്ന് ഇറങ്ങാണ് കേട്ടോ. അപ്പം നമുക്കിനി പോയിട്ട് കോഫി കുടിക്കാം. ഞങ്ങൾ കുറേ നേരമായി കോഫി കുടിക്കാമെന്ന് പറയുന്നു. അപ്പം ഞങ്ങൾക്കൊന്ന് കോഫി കുടിക്കാനായിട്ട് പോട്ടെ. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഇവിടെ തന്നെ ഒരു ബേക്കറിയിലാണ്. ബേക്കറി വിത്ത് കഫേ ആണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കോഫി കുടിക്കാം. നല്ല അടിപൊളി കോഫിയാണ് അവിടെ. അപ്പോൾ ഇവിടുത്തെ കോഫി നല്ല അടിപൊളി കോഫിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് തന്നെ വരുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് ഇവിടുന്ന് കഴിക്കാറുണ്ട് കേട്ടോ. PHSO അങ്ങനെ എന്തോ ആണ് ഈ ഒരു കഫേൻ്റെ പേര്. അയ്യന്തോൾ തന്നെയുള്ളതാണ് കേട്ടോ. ഞങ്ങളുടെ കൂടെ ബിൻസി കൂടി വരാറുണ്ട് കേട്ടോ ഇതിനൊക്കെ. ഓഫീസിൽ ബിൻസി കൂടി ഉണ്ടായിരുന്നു. എൻ്റെ വേറൊരു ഫ്രണ്ടാണ്. വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവളിപ്പോൾ പ്രഗ്നൻ്റ് ആയത് കാരണം കുറച്ച് ദിവസം റെസ്റ്റാണ്. അല്ലെങ്കിൽ അവളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ കേട്ടോ കോഫിയൊക്കെ കുടിക്കാനായിട്ട്. അപ്പം ഞങ്ങൾ അവളെ ഇടയ്ക്ക് മിസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഞാൻ ബസ് കയറാണ്. അപ്പോൾ ചിന്മയി ഇവിടെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അവൾ എന്നെ ആക്കിയിട്ട് അവളും പോവാണ്. അപ്പോൾ ഇനി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ഓഫീസ് ഡേ ഇൻ മൈ ലൈഫ് ഇവിടെ കഴിയാണ് കേട്ടോ. ഇതാണ് എൻ്റെ സ്ഥിരം ഒരു ഡേ വരുന്നത് ഓഫീസിലാണെങ്കിൽ. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും അങ്ങനെ. സോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.